നമസ്കാരം. സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും വിഷു ദിനത്തിലേക്കാണ് നാം ഏവരും കടക്കാനായി പോകുന്നത്. ഇനി വിഷുവിന് അധികം ദിവസങ്ങളില്ല. വിഷുവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് വിഷു മുതൽ ലോട്ടറി ഭാഗ്യം തേടി എത്തുന്നതാണ്. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ ലോട്ടറി ഭാഗ്യം തേടിയെത്തുക എന്നും ഈ നക്ഷത്രക്കാർക്ക് സമ്മാനം ലഭിക്കുവാൻ സാധ്യത കൂടുതലുള്ള ആ നമ്പറിനെ കുറിച്ചും വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഈ നമ്പറുകൾ നിങ്ങൾക്ക് ഭാഗ്യം നൽകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഈ നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് ആദ്യമേ പരാമർശിക്കാം. ഒരു ലോട്ടറിയുടെ നമ്പറുകൾ തമ്മിൽ കൂട്ടി നോക്കുക. ഉദാഹരണത്തിന് നമ്പറുകൾ എല്ലാം കൂട്ടി നോക്കി 171 എന്ന നമ്പറാണ് കിട്ടിയത് എങ്കിൽ ഇപ്രകാരം കൂട്ടുമ്പോൾ 1+7 8, 8+1 9. ഈ 9 ഭാഗ്യസംഖ്യയായി വരിക. ഓരോ നക്ഷത്രക്കാരുടെയും, അതായത് ഈ പരാമർശിക്കുന്ന ഭാഗ്യം അഥവാ ഭാഗ്യം തുണയ്ക്കുവാൻ സാധ്യത കൂടുതലുള്ള ആ നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ ഇപ്രകാരം ലോട്ടറികൾ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്നു എങ്കിൽ അത് ശുഭകരമായി തന്നെ കണക്കാക്കാം. ഇനി അഥവാ ലോട്ടറികൾ തമ്മിൽ കൂട്ടുമ്പോൾ ഒറ്റ സംഖ്യയല്ല ഇരട്ട സംഖ്യയാണ് ലഭിക്കുന്നത് എന്ന് വിചാരിക്കുക. 171 പകരം 219 നിങ്ങൾക്ക് കൂട്ടുമ്പോൾ കിട്ടിയത് എങ്കിൽ 2+1 3, 3+9 12 കിട്ടുക. 12 കിട്ടുമ്പോൾ 1+2 3. അപ്പോൾ ഭാഗ്യസംഖ്യയായി വരുന്നത് 3. ഇപ്രകാരമാണ് നിങ്ങൾ കണക്കാക്കേണ്ടത്. അതിനാൽ ലോട്ടറിയുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ പരാമർശിക്കുന്ന ഭാഗ്യസംഖ്യ നിങ്ങൾക്ക് ഇപ്രകാരം കൂട്ടുമ്പോൾ ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കുക. പറയുന്നത് പൊതുഫലപ്രകാരമാണ്. നിങ്ങളുടെ ജാതകപ്രകാരം ദോഷകരമായ സമയമാണ് എങ്കിൽ ഇത്തരത്തിൽ സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കുറയും. എന്നാൽ മറ്റു നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് ഇപ്രകാരം ലഭിക്കില്ല എന്നല്ല അർത്ഥമാക്കുന്നത്. ഇവർക്ക് ലഭിക്കുവാൻ സാധ്യത ഒരല്പം കൂടുതലുണ്ട് എന്ന് മാത്രമാണ്. ഏവരും ഓം നമഃശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷു മറക്കുവാൻ സാധിക്കാത്തതായ ഒരു വിഷുവായി മാറാം. കാരണം ഇവർ പോലും പ്രതീക്ഷിക്കാതെ ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സാഹചര്യമാണ്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഇവർക്ക് സൗഭാഗ്യങ്ങൾ തേടിയെത്താം. അത് ധനപരമായ നേട്ടങ്ങളാകാം, തൊഴിൽ സംബന്ധമോ ബിസിനസ് സംബന്ധമോ ആയ നേട്ടങ്ങളോ ആകാം. വളരെയധികം ഓർത്തിരിക്കുവാൻ സാധിക്കുന്നതായ പല കാര്യങ്ങളും സംഭവിച്ചു എന്ന് വരാം. എന്നാൽ പ്രധാനമായും ധനപരമായ നേട്ടങ്ങൾ തന്നെയാണ് ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. പ്രധാനമായും സന്തോഷകരമായ നിമിഷങ്ങൾ കടന്നു വരികയും ലോട്ടറിയുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ ധനം കൈകളിലേക്ക് വന്നു ചേരാം. ലോട്ടറിയുമായി ബന്ധപ്പെട്ട് വിഷു മുതൽ കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി തീരാം. സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് തന്നെ പരാമർശിക്കാം. കൂടാതെ മറ്റ് സമ്മാനങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ജീവിതത്തിൽ നേടിയെടുക്കുക, ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഈ സമയം നിങ്ങളിലേക്ക് വന്നു ചേരാം. ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലുള്ള ഒരു സമയം തന്നെയാണ് ഇത്. എന്നാൽ ലോട്ടറിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ ഭാഗ്യസംഖ്യ പിന്തുടരുന്നത് ഉത്തമമായി തീരും. ലോട്ടറികളുടെ നമ്പറുകൾ മുൻപ് പരാമർശിച്ചതുപോലെ കൂട്ടി നോക്കുമ്പോൾ 7 അല്ലെങ്കിൽ 9 ഈ 2 സംഖ്യകളിൽ ഏതെങ്കിലും ഒരു സംഖ്യ വരുന്നു എങ്കിൽ അത് ശുഭകരമാണ്. പറയുന്നത് പൊതുഫലപ്രകാരമായതിനാൽ തന്നെ ജാതകപ്രകാരം വ്യത്യാസങ്ങൾ വന്നു ചേരും. എന്നാൽ പൊതുഫലപ്രകാരം നോക്കുമ്പോൾ ഈ 2 സംഖ്യകൾ നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരുന്ന സംഖ്യകളാകുന്നു. അതിനാൽ ഈ സംഖ്യയുമായി ബന്ധപ്പെട്ട ലോട്ടറിയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത ഒരല്പം കൂടുതലാണ് എന്ന് പരാമർശിക്കാം. ഈ സമയം പൊതുവിൽ ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ്. അതിനാൽ ഈ സമയം ധനപരമായ നേട്ടങ്ങളും തൊഴിൽ ബിസിനസ് പുരോഗതി പ്രതീക്ഷിക്കാവുന്നതായ സമയമാണ്. കടബാധ്യതകൾ പോലും കുറച്ചു കൊണ്ടുവരുവാൻ
സാധിക്കുന്ന സമയമായി തന്നെ മാറാം. മകീരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്താലും അനുകൂലമല്ലാത്തതായ സാഹചര്യം, അപ്രതീക്ഷിതമായ തിരിച്ചടികളോ കാര്യ തടസ്സങ്ങളോ അല്ലെങ്കിൽ വേണ്ടത്ര മുന്നേറ്റങ്ങളോ നടത്തുവാൻ സാധിക്കാത്തതായ സാഹചര്യം, ധനപരമായ ആവശ്യങ്ങളുണ്ട്, ധനപരമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുമുണ്ട്, അല്ലെങ്കിൽ പല ആവശ്യങ്ങൾക്കും ധനം തികയാത്തതായ സാഹചര്യം, കൈകളിൽ പണം നിൽക്കാത്തതായ സാഹചര്യം, ഇത്തരത്തിൽ ധനപരമായ പ്രയാസങ്ങളും മനപ്രയാസങ്ങളും ജീവിതത്തിൽ അനുഭവിക്കുന്നതായ ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട്. എന്നാൽ വിഷു മുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ഭാഗ്യദേവത കടാക്ഷിക്കുന്നതായ ഒരു സമയം എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. വിഷുവിന് മുൻപ് തന്നെ കാര്യങ്ങൾ പലതും നിങ്ങൾക്ക് അനുകൂലമായി തീർന്നു എന്ന് വരാം. ബിസിനസ് സംബന്ധമായോ തൊഴിൽ സംബന്ധമായോ ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. കടബാധ്യതകൾ പോലും ഒരു പരിധി വരെ കുറച്ചു കൊണ്ടുവരുവാൻ സാധിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്ന് ചേരുന്നതായ സമയം, ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും ഈ സമയം സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. ധനം പ്രധാനമായും തൊഴിൽ സംബന്ധമായും ബിസിനസ് സംബന്ധമായും ലഭിക്കാം. എന്നാൽ ലോട്ടറിയുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. വലിയ സമ്മാനങ്ങൾ പോലും ലഭിക്കാനുള്ള സാധ്യതകൾ ഒരല്പം കൂടുതലാകുന്നു. എന്നാൽ ഭാഗ്യസംഖ്യ പിന്തുടരുന്നത് ഉത്തമമാണ്. മകീരം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് 9 ലോട്ടറിയുമായി ബന്ധപ്പെട്ട് ഈ നമ്പർ കിട്ടുന്നു എങ്കിൽ, അതായത് ലോട്ടറിയുടെ നമ്പറുകൾ മുൻപ് പരാമർശിച്ച വിധം കൂട്ടി നോക്കി 9 നിങ്ങൾക്ക് ലഭിക്കുന്നത് എങ്കിൽ അത് നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായ കാര്യങ്ങൾ സൃഷ്ടിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യത അല്പം വർദ്ധിക്കാം. തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ധനം അത്രമേൽ ആവശ്യമായ ഒരു സമയമാണ്. പല ആവശ്യങ്ങളും നിവർത്തിക്കുവാൻ ധനം നിങ്ങൾക്ക് ആവശ്യമായ ഒരു സമയമാണ്. ചില കാര്യങ്ങൾ മാറ്റി വയ്ക്കേണ്ടതായി വരുമോ എന്ന ആശങ്ക പോലും നിങ്ങൾക്കുണ്ട്. എന്നാൽ പ്രധാനമായും നോക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യവിജയങ്ങൾക്കുള്ള അവസരങ്ങൾ തേടിയെത്തുവാനുള്ള സാധ്യതകളുണ്ട്. പല വഴികളിലൂടെയും ധനപരമായ നേട്ടങ്ങൾക്ക് സഹായകരമാകുന്ന പ്രവൃത്തികൾ പോലും ചെയ്യുവാൻ സാധിക്കും. അത്തരം അവസരങ്ങൾ ഈശ്വര കടാക്ഷത്താൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താലും ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതലുള്ള സമയമാണ്. പ്രധാനമായും ചില കാര്യങ്ങൾ വിഷു മുതൽ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരാം. വിഷുവിന് മുൻപ് തന്നെ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നേട്ടങ്ങൾക്കുള്ള സൂചന, നേട്ടങ്ങൾ ലഭിച്ച് തുടങ്ങാവുന്നതാണ്. എന്നാൽ ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൂടുതലായും വിഷു മുതൽ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പ്രതീക്ഷിക്കാതെ തന്നെ ധനം കൈകളിലേക്ക് കൂടുതലായും വന്ന് നിറയുന്നതായ സമയമായി മാറാം. ബിസിനസ് സംബന്ധം തൊഴിൽ സംബന്ധമായും അല്ലാതെയും ധനം കൈകളിലേക്ക് വന്നു ചേരാം. ലോട്ടറിയുമായി ബന്ധപ്പെട്ടും സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ ഇവർക്ക് വളരെ കൂടുതലാണ്. പ്രധാനമായും ഇവർക്ക് ലോട്ടറിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റ് സമ്മാനങ്ങളോ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. നറുക്കെടുപ്പിലൂടെ മറ്റ് സമ്മാനങ്ങളും ലഭിക്കാം. എന്നാൽ ലോട്ടറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ പരാമർശിക്കുന്ന സംഖ്യ ഭാഗ്യസംഖ്യയായി നിങ്ങൾക്ക് കണക്കാക്കി ലോട്ടറി എടുക്കുന്നത് കൂടുതൽ ശുഭകരമായി തീരാം. 4 നിങ്ങളുടെ ഭാഗ്യസംഖ്യ. അതിനാൽ ലോട്ടറിയുടെ നമ്പറുകൾ കൂട്ടി നോക്കുമ്പോൾ മുൻപ് പരാമർശിച്ചതുപോലെ 4 എന്ന സംഖ്യയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എങ്കിൽ സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ ഒരല്പം വർദ്ധിക്കാം. ഭരണി നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് ചില കാര്യങ്ങൾ പ്രധാനമായും ആവശ്യമായ സമയമാണ്. പല കാര്യങ്ങളിലും പിന്തുണ നേടിയെടുക്കേണ്ടതായ സാഹചര്യം ഇവർക്കുണ്ട്. കൂടാതെ മനസ്സിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായ പല പ്രശ്നങ്ങൾക്കും
പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കാതെ കുഴങ്ങുന്നതായ സാഹചര്യമുണ്ട്. അതിൽ നിന്നും മോചനം ആഗ്രഹിക്കുന്നവരാണ്. ധനപരമായ ചില പ്രയാസങ്ങളുണ്ട്. കടബാധ്യതകളുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ ചില വിഷമങ്ങളുണ്ട് എന്നതാണ് വാസ്തവം. എന്നാൽ അത്തരത്തിൽ നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നതായ ദുഃഖങ്ങളെ ഒരു പരിധിവരെ തരണം ചെയ്യുവാൻ സഹായകരമായ സമയമാണ് വിഷു മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക. സമ്പൽ സമൃദ്ധി നിറയുവാനുള്ള സാധ്യതകൾ ഒരൽപ്പം കൂടുതലാണ്. ഇവർക്ക് പല വഴികളിലൂടെയും ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ആവശ്യമുള്ള ധനം കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള സമയമാണ്. പ്രധാനമായും ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വർദ്ധിക്കുന്നതായ സമയം. കൂടാതെ ഈ സമയം ബിസിനസ് സംബന്ധമായോ തൊഴിൽ സംബന്ധമായോ അല്ലാതെയോ നിങ്ങൾക്ക് ധനം കൈകളിലേക്ക് കൂടുതലായും വന്ന് ചേരുന്ന സമയമായി തന്നെ മാറാം. മറ്റ് സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ടും ലഭിക്കാനുള്ള സാധ്യതകൾ ഇവർക്ക് കൂടുതലാണ്. എന്നാൽ ലോട്ടറിയുമായി ബന്ധപ്പെട്ടും സമ്മാനങ്ങൾക്ക് വലിയ തുകകൾക്കുള്ള സാധ്യത ഇവർക്കൊരൽപ്പം കൂടുതലാകുന്നു. എന്നാൽ ലോട്ടറിയുമായി ബന്ധപ്പെട്ട് ഭാഗ്യസംഖ്യ നിങ്ങൾ അത്തരത്തിൽ ഭാഗ്യസംഖ്യ നോക്കിയെടുക്കുകയാണ് എങ്കിൽ സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യത ഒരൽപ്പം വർദ്ധിച്ചു എന്ന് വരാം. പറയുന്നത് പൊതുഫലപ്രകാരം മാത്രമാണ്. 9 എന്ന സംഖ്യയാണ് നിങ്ങൾക്ക് ഭാഗ്യസംഖ്യയായി വരുന്നത്. അതിനാൽ ലോട്ടറിയുടെ നമ്പറുകൾ കൂട്ടി നോക്കി അത് 9 വരുന്നത് എങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യത ഒരൽപ്പം വർദ്ധിക്കാം. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് അനിവാര്യമായതും എന്നാൽ ലഭിക്കില്ല എന്ന് വിചാരിച്ചതായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. അതായത് നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യതകളും മറ്റ് അനുകൂലമായ കാര്യങ്ങളും വിഷു മുതൽ കൂടുതലായും സംഭവിക്കാം. ധനം ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും വന്നു ചേരാം. ചില ആവശ്യങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പല വഴികളിലൂടെയും ധനം വന്നു ചേരാം. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരൽപ്പം കുറയ്ക്കുക, ബിസിനസ് സംബന്ധമായ നേട്ടങ്ങളിലേക്ക് നയിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരങ്ങൾ പോലും വന്ന് ചേരാവുന്നതുമാണ്. എന്നാൽ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ടതായ ഒരു കാര്യം, ലോട്ടറിയുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എന്നാൽ ലോട്ടറി എടുക്കുന്നതായ സമയത്ത് ഭാഗ്യസംഖ്യ നിങ്ങൾ പ്രയോഗിക്കുകയാണ് എങ്കിൽ, ഭാഗ്യസംഖ്യ തിരഞ്ഞെടുക്കുകയാണ് എങ്കിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യത ഒരൽപ്പം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. പ്രധാനമായും 2 എന്ന ഭാഗ്യസംഖ്യ നിങ്ങൾ പ്രയോഗിക്കുന്നത് ഉത്തമമാകുന്നു. ലോട്ടറിയുടെ നമ്പറുകൾ മുൻപ് പരാമർശിച്ച രീതിയിൽ കൂട്ടി നോക്കുമ്പോൾ 2 നിങ്ങൾക്ക് ലഭിക്കുന്നത് എങ്കിൽ സമ്മാനം ലഭിക്കാനുള്ള സാധ്യത ഒരൽപ്പം കൂടുതലാണ് എന്ന് തന്നെ പരാമർശിക്കാം. എന്നാൽ തീർച്ചയായും ഈ സമയം നിങ്ങൾ സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ ആരാധിച്ച് തന്നെ മുന്നോട്ട് പോകുന്നത് ഉത്തമമാണ്. മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങളിൽ വന്ന് ഭവിച്ചിരിക്കുന്നതായ സമയം കൂടിയാകുന്നു. പ്രധാനമായും നിങ്ങൾക്ക് ഇത്തരത്തിൽ പല വഴികളിലൂടെയും ധനം വന്നു ചേരുകയും ധനപരമായ നേട്ടങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യാം. എന്നാൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായ മറ്റൊരു കാര്യം, ചെലവിന്റെ കാര്യത്തിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്. അതല്ല എങ്കിൽ പല വിധത്തിലും നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളും ഒരൽപ്പം കൂടുതലാകുന്നു.